Hi all, this is Cock, Pravin Koda, ഷാപ്പ് റൈറ്റർ ഡയറക്ടർ ശ്രീരാജ് ശ്രീനിവാസൻ. ഇദ്ദേഹം ചെയ്തൊരു ഷോർട്ട് ഫിലിമുണ്ട് തൂമ്പ എന്ന് പറഞ്ഞിട്ട്. ആ ഷോർട്ട് ഫിലിം ഒരുപാട് അപ്രീഷിയേഷൻ കിട്ടിയിട്ടുള്ള അവാർഡ് വിന്നിങ് ഷോർട്ട് ഫിലിമാണ്. അത് കണ്ടിട്ടാണ് ഇദ്ദേഹത്തിന് അൻവർ റഷീദ് പോലുള്ള വലിയൊരു തിമിംഗലമായിട്ട് ഒരു പ്രൊഡ്യൂസറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഇങ്ങനൊരു സിനിമ ഉണ്ടാകുന്നതും. വിച്ച് മീൻസ് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നിങ്ങൾക്ക് ഇഫ് യു ആർ ഹൈലി ടാലൻറ്റഡ്, നിങ്ങൾ കഴിവുണ്ടെങ്കിൽ വെറുതെ തെണ്ടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ക്രിപ്റ്റുമായിട്ട് വാതിൽ മുട്ടി തെണ്ടി നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു പീസ് ഓഫ് വർക്ക്, നിങ്ങളുടെ ഒരു ക്രിയേഷൻ നിങ്ങൾ ജസ്റ്റ് എടുക്കുക, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, ആളുകൾ നിങ്ങളെ തേടി വരും, നിങ്ങൾക്ക് അവസരം കിട്ടും. പക്ഷേ എന്ത് വേണം? കഴിവാണ്. ഇല്ലെങ്കിൽ നടക്കില്ല. അത് ആണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ഓർത്തതാണ്. ബേസിൽ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് സിനിമയിൽ. അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അൻവർ റഷീദ് പോലുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകുന്ന സമയത്ത് ഈസിലി നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് അവൈലബിൾ ടെക്നീഷ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ആരും നോ പറയില്ല അൻവർ റഷീദിനെ പോലുള്ള ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആളുകളാണ് ഷൈജു ഖാലിദ്, വിഷ്ണു വിജയ്, വിഷ്ണു ഗോവിന്ദ്, ഗോകുൽദാസ്, ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ ലിറിക്സ് എഴുതാനാണെങ്കിൽ മുരി, വിനായക് ശശികുമാർ, സുഹൈൽ കോയ, അതായത് എല്ലാവരും നിങ്ങൾക്ക് അവൈലബിളാണ്. അപ്പോൾ അവരെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ഒരു സിനിമ പിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് നിങ്ങളെ റൈറ്റിംഗ് അത് നമുക്ക് വേറെ ആളുകൾ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. റൈറ്റിങ്ങിൽ നിങ്ങൾ തന്നെ ചെയ്യണം, പക്ഷേ മേക്കിങ്ങിൽ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടും, നിങ്ങൾക്ക് പണി അറിയും എന്നുണ്ടെങ്കിൽ. ഒരാളെ വിട്ടുപോയി, എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലി. ഇവർ 4 പേര് ചേർന്നുള്ള പരിപാടി. ഷൈജു ഖാലിദ്, വിഷ്ണു വിജയ്, ഷഫീഖ് മുഹമ്മദ് അലി, വിഷ്ണു ഗോവിന്ദ്. ഇവരുടെ ഒരു മ്യൂച്വൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുള്ള ഒരു മാജിക് ഉണ്ട്. അതായത് സിനിമാറ്റിക്കലി, ഈസ്തറ്റിക്കലി ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് ലെവൽ ഭയങ്കര കിടുവാണ്. ക്ലോസപ്പ് ഷോട്ട്സ്, റാൻഡം കട്ട്സ്, അത് തന്നെ കട്ട്സിനോടൊപ്പം നിൽക്കുന്ന സ്കോറിങ്, അതിനെ നമുക്ക് വളരെ ഇമ്പാക്റ്റ്ഫുള്ളി തരുന്ന ഈ പറയുന്ന ഓഡിയോഗ്രാഫി പരിപാടി. അപ്പോൾ അത് അറ്റ്മോസ്ഫിയറിൽ കാണുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടേന്ന് പറഞ്ഞിട്ട് അത് ഉടനീളം അത് ഈ സിനിമയുടെ ഒരു വിഷ്വൽ ഗ്രാമറിനെ ഒന്നാകെ ഭീകര ഒരു ഈസ്തറ്റിക് സെൻസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് ഈ സിനിമ ഉടനീളം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഗോകുൽദാസ് ഇട്ടിരിക്കുന്ന ഈ ഷാപ്പ് ഉണ്ടല്ലോ, ഈ പ്രാവൻകുണ്ട് ഷാപ്പ്, അത് ഒരു റിയലിസ്റ്റിക് ഷാപ്പൊന്നുമല്ല. നമ്മുടെ ചുരുളിയിൽ LJP ഇട്ടതുപോലത്തെ ഒരു സാധനമാണത്. അപ്പോൾ അവിടെ ഒരു മർഡർ നടക്കുന്നു. അതിൻ്റെ അന്വേഷണം പരിപാടിയായിട്ടാണ് ബേസിൽ ജോസഫ് പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഇതൊരു ത്രില്ലർ എന്ന നിലയ്ക്ക് അങ്ങനെയല്ല ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഇത് വാട്ട്സ് നെക്സ്റ്റ്, ആരാണ് കൊന്നത്, അങ്ങനെ നമ്മൾ ഈ എടുത്തുകൊണ്ട് ആട്ടം എന്ന് പറഞ്ഞ സിനിമയിലെ പോലെ അങ്ങനത്തെ പരിപാടിയല്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ വിഷ്വലിയുള്ള പരിപാടി, അതുമായിട്ട് നമ്മളൊരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക, സിനിമയുടെ ആ ഒരു വിഷ്വൽ വാല്യൂ, ഒപ്പം ഈ സൗണ്ട് പരിപാടികളും കൊണ്ടുള്ള മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. അതിൽ പെർഫോമൻസ് ഓൾസോ. പിന്നെ ബേസിലുണ്ട്, സൗബിനുണ്ട്, ചെമ്പനുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ സിനിമ അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ റൈറ്റിംഗ് സൈഡിൽ നോക്കുന്ന സമയത്ത് ഇതിലെ കോമഡികളൊന്നും പല കോമഡികളും എനിക്ക് വർക്കായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ചില ഡയലോഗ്സ് അടിപൊളിയാണ്. പക്ഷേ ഈ കണ്ടംപററി ഡയലോഗ്സ് എഴുതുന്ന സമയത്ത്, എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയ സ്ലാങ് എഴുതുന്ന സമയത്ത് അത് ക്യാരക്ടേഴ്സിന് ഫിറ്റ് ആവണം. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള ചാന്ദിനിയുടെ ക്യാരക്ടർ പറയുന്ന സമയത്ത് റോണക് സേവ്യർ ചെയ്തിട്ടുള്ള മേക്കപ്പ്, റോണക് സേവ്യറിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചാന്ദിനി ഫെയർ സ്കിന്നുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാട്ട് ഈസ് ഫെയർ സ്കിൻ എന്നൊക്കെ ചോദിച്ചിട്ട് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും കൊണ്ടുവരണ്ട, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മൊത്തം കരി പിടിച്ച പോലെ മേക്കപ്പ് അടിച്ചിട്ടുണ്ട്. കാരണം ഇവർ ഭയങ്കര ആണ്, റഫാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സ്കിൻ കെയർ ചെയ്യുന്ന ഒരു കഥാപാത്രമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ അങ്ങനെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മേക്കപ്പിൽ കളിച്ചിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത രീതിയിൽ ചാന്ദിനി ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ അത് അവർ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അത്രയും ആയിട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്, അത്രയും ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞാൻ വിട്ടുപോയി. അതായത് ഡയലോഗ്സിനകത്ത് കുറേ ഡയലോഗ്സൊക്കെ രസമാണ്. ചിലത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വന്നതായി തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ചാന്ദിനിയുടെ കഥാപാത്രമൊക്കെ അവർ താമസിക്കുന്ന ഒരു പരിപാടി, അവർക്ക് ഫേസ്ബുക്കൊക്കെ ഉണ്ട് സമ്മതിച്ചെങ്കിലും അവരിങ്ങനെ ചുമ്മാ നന്മയോളെന്ന് പറയാം. പിന്നെ ബേസിലെ കഥാപാത്രത്തിന് പറയാനുള്ള ലിബേർട്ടി ഉണ്ട്. ബേസിലെ കഥാപാത്രം പറയുന്ന ഡയലോഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ FB സ്ലാങ്. അതായത് പിന്നെ ചുമ്മാ നാസിസത്തെക്കുറിച്ച് സംസാരിക്കുക, അത് ട്രെയിലറിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ടോക്സിക് മാസ്കുലിനിറ്റി, പിന്നെ കൊച്ചു വേണം എന്ന് പറയുന്നുണ്ട് ബേസിൽ. അടിച്ചോടിക്കട കൊച്ചു വേണങ്ങളെന്ന്, പിന്നെ അടിച്ച് കൊതമ്പൊളിക്കിടാന്നും പറയുന്നുണ്ട് ബേസിലിൻ്റെ ക്യാരക്ടർ തന്നെ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സ്ലാങ്ങുകൾ അങ്ങനെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൽ ഭയങ്കര
സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടുള്ള സീനാണ്. ഒരു ടീച്ചറുണ്ട്, റിട്ടയർഡ് ടീച്ചറാണെന്ന് തോന്നുന്നു, ഒരു പ്രായമുള്ള ഒരാൾ. ഈ ടീച്ചർമാർക്ക് ചില സ്വഭാവമുണ്ട്. അവർ ടീച്ചർ എന്നുള്ള ആ ഒരു അഡ്വാൻറ്റേജ് എടുത്തിട്ട് അവരെല്ലാ കാര്യത്തിലും അനാവശ്യത്തിലുള്ള കാര്യത്തിൽ ഇടപെടാൻ പോകും. അങ്ങനെ ഇടപെടാൻ പോകുന്ന സമയത്ത് നീ ആരോടാ മുതുവാണമേ ചോദിച്ചിട്ട് ഒരു ഒറ്റയടി ഹൈലി സാറ്റിസ്ഫൈഡ്. ശിവജിത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കലിയിലെ വില്ലൻ. പുള്ളി ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ആളാണ്, പഴയ ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്. പക്ഷേ പുള്ളി ഭയങ്കര മാസ്കുലിനിറ്റുള്ളൊരു നടൻ കൂടിയാണ്. അപ്പോൾ പുള്ളി ഇതിൽ ഋഷഭ് ഷെട്ടി പോലുണ്ട് കാണാൻ. പുള്ളി ഒരു നാടൻ അടിയൊക്കെ ഉള്ളത്. പിന്നെ കാലെ കിങ്സണാണ് ഇതിൽ നമ്മുടെ മാർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. കാലെ കിങ്സണാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ. അപ്പം അത്യാവശ്യം വയലൻസ് ഒക്കെ ഉണ്ട്. 16+ ആണെന്ന് തോന്നുന്നു പടം. അപ്പോൾ ഇതിനകത്ത് ചെവി പിടിച്ച് പറിക്കുന്നതും, മറ്റേ മാർക്കോ ലെവലല്ല, ഒരു ഇയറിങ്ങും പറിക്കുന്നത്, ഒരു ഡോറിനകത്ത് തലവെച്ച് അടിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ടിപ്പിക്കൽ ഇയാൾ ഇങ്ങനത്തെ പരിപാടിയാണ് കാലെ കിങ്സൺ. ഷൈജു ഖാലിദിൻ്റെ പരിപാടികൾ ധാരാളം ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഇതിനകത്ത് മഴ പെയ്യുന്ന സീന്, തീ പിടിക്കുന്ന സീന്, പിന്നെ അവസാനം ഒരു ടോപ്പ് ലെവൽ സാധനം ഒരു മിന്നായ പോലെ കണ്ടിട്ടുണ്ട്. എന്താണ് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള കുറേ പരിപാടികൾ. അത് പ്രത്യേകിച്ച് ഈ വൈഡ് വെക്കുന്ന സമയത്ത് ഷൈജു ഖാലിദിന് മാത്രമുള്ള ഒരു സിഗ്നേച്ചർ സാധനമുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഈ ഷാപ്പിൻ്റെ അവിടെയുള്ള, പിന്നെ ഈ ഒരു ചോളക്കാട് പോലത്തെ ഒരു സ്ഥലം, അങ്ങനത്തെ ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ സ്ഥലം, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ സൗബിൻ്റെയൊക്കെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഇതിൽ സൗബിൻ്റെ പെർഫോമൻസ്, സൗബിന് കാലിന് വയ്യ. അപ്പോൾ സൗബിനെ ക്യാരക്ടർ പിടിച്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഭയങ്കര കോമഡി ഉണ്ടായിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഹ്യൂമർ പരിപാടി ഇതിൽ ഉടനീളുണ്ട്. പക്ഷേ ചില ബ്ലാക്ക് ഹ്യൂമേഴ്സൊക്കെ ആ സീനിനെ സ്പോയിൽ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സീൻസ് ഞാൻ പറയുന്നില്ല, കുറേ സീൻസ്, ആ സീൻസിൻ്റെ ഇമോഷൻ പിടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇമോഷനെ മൊത്തമായിട്ട് അപ്സൈഡ് ഡൗൺ ആക്കുന്ന രീതിയിൽ ബ്ലാക്ക് ഹ്യൂമർ അടിച്ച് കുറേ സീൻസ് നശിപ്പിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൗബിൻ ഇതിലൊരു പറക്കും കണ്ണൻ, ഒരു പറക്കും സൗബിൻ എപ്പോഴും കാലിന് ഭയങ്കര പറക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചുമ്മാ ഒരാളുടെ ബാക്കിൽ ഓടിപ്പോയിട്ട് ഇങ്ങനെ പറക്കുന്നുണ്ട്, ആളെയും കൊണ്ട് പറക്കുക സൗബിൻ. പിന്നെ ഒരു സ്കൂട്ടറിൽ പോയിട്ട് പറക്കുന്നു. പിന്നെ ഇതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ചേസിങ് സീൻസ് ഇതിനകത്തുണ്ടെന്ന് പറയാതെ വയ്യ. ഒരു സ്കൂൾ ബസ്സിൻ്റെ ചേസിങ് സീനുണ്ട്, അന്യായ മേക്കിംഗ്. അത് എങ്ങനെയാണ് ആ സീൻ കൊറിയോഗ്രാഫ് ചെയ്തത്, അതിൽ VFX യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അതിൻ്റെ ഒരു ടെമ്പറമെൻറ്റ്, അതായത് ക്യാമറ മൂവ് ചെയ്ത് പോയത് ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരു ഫിലിം മേക്കിങ്ങിന് എക്സാമ്പിളാണ് അത്, ആ ഒരു ചേസിങ് സീൻ. ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്ര നോർമലല്ല, കുറച്ച് ഓവറാണ്. അത് ഓവറായിട്ട് തന്നെ ബേസിൽ ആ മീറ്റർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് ரொம்ப ഓവറായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഡയലോഗ് ഡെലിവറി പരിപാടി, ചില കോമ്പിനേഷൻ സീൻസും ഒക്കെ. പിന്നെ ബേസിൽ ബൈക്കിൽ പോകുന്നൊരു സീനൊക്കെ അങ്ങനെ കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു മീറ്റർ എന്ന് പറയുന്നത് അതാണ്. നിയാസ് നവാസിൻ്റെയൊക്കെ അനിയൻ, നമ്മുടെ മറിമായത്തിലേക്കുള്ള പുള്ളിക്ക് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. പുള്ളി കിടുവായിട്ടത് ചെയ്തിട്ടുണ്ട്. പിന്നെ ശബരീഷ് വർമ്മ വേഷം മാറിയിട്ട് ഇതിൽ അരസ്റ്റി അശോകനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്, നന്നായിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ചെമ്പൻ്റെ കാര്യം പറഞ്ഞു. ചെമ്പനൊക്കെ ഏത് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാലും വൃത്തിക്ക് ചെയ്യുന്ന നല്ലതാണ്. അങ്ങനെ ഇത്രയൊക്കെ പേരേ ഉള്ളൂ. പിന്നെ ഒരു കൂട്ടം കുറച്ച് പ്രായമുള്ള ആൾക്കാരും കുറച്ച് കലിപ്പന്മാരും അങ്ങനെയൊക്കെ കള്ള് ഷാപ്പ് കേന്ദ്രീകരിച്ചിട്ടുള്ള കുറച്ച് ആളുകൾ, എല്ലാവരും നാച്ചുറലായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. ബേസിലിൻ്റെ സെയിം സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു CI കഥാപാത്രം, ആ കഥാപാത്രം നല്ല ഓവറായിരുന്നു, അത് ചെയ്ത ആളും നല്ല ഓവറായിരുന്നു. പക്ഷേ അവസാനമൊക്കെ നന്നായിട്ടുണ്ട്. അദ്ദേഹം വല്ല ഡയറക്ടറാണോ എന്ന് അറിയില്ല. പിന്നെ ഒരു സോങ്, മുള്ളാലെ പറഞ്ഞ സോങ്, അത് മൂരി എഴുതിയതിനാണ് സാധ്യത. കാരണം അതിൻ്റെ ഒരു റൈമിങ് സ്കീം, റിതമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മൂരിയുടെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്, താളാത്മകമായിട്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റിയ സാധനം. ആ സോങ് ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെയൊക്കെയാണ്. എസ് എ ഹോൾ വളരെ ഹൈ സിനിമാറ്റിക് വാല്യൂ ഉള്ള, ഇസ്തറ്റിക് വാല്യൂ ഉള്ള ഒരു സിനിമ. അറ്റ് ദ സെയിം ടൈം പലപ്പോഴും റൈറ്റിങ്ങിൽ ഡൗൺ ആയിട്ടുള്ള ഒരു സിനിമ. പക്ഷേ ഈ സിനിമ ബേസിക്കലി ഇത് മുന്നോട്ട് വെക്കുന്ന ഒരു അനാർക്കി ഉണ്ട്, ഒരു അനാർക്കിസം, ഒരു അരാജകത്വം. ആ ഒരു സെറ്റിങ്, ഈ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന ഒരു സെറ്റിങ് സിനാരിയോ തന്നെ ഒരു അനാർക്കി പരിപാടിയാണ്. അങ്ങനെ ഒരു അനാർക്കി സെലിബ്രേറ്റ് ചെയ്യുന്ന, ഒരു കയോസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്ന നിലയ്ക്ക് ഞാൻ പേഴ്സണലി വളരെ ആസ്വദിച്ചിട്ടുള്ളൊരു സിനിമ പ്രാവിൻകൂട് ഷാപ്പ്.